ഉത്തരകാശിയിലെ ധരാലിയിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മേഘവിസ്ഫോടനത്തിൽ മണ്ണിൽ കുടുങ്ങിയവരെ ഇന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നൊരു സങ്കടകരമായ വാർത്തയാണ്. പക്ഷേ അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുക കനത്ത മഴയാണ് തിരച്ചിലിന് വലിയ വിലങ്ങ് തടിയായി മാറിയിരിക്കുന്നത്. ഗതാഗത മാർഗം ഇല്ലാതായി പ്രദേശത്ത് കുടുങ്ങിപ്പോയ 1000-ഓളം പേരെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി എന്നതാണ് വലിയ ആശ്വാസം. ഉത്തരകാശിയിലെ ധരാലിയിൽ നിന്ന് വലിയ ആശ്വാസമുള്ള വാർത്തകൾ പുറത്തു വരുന്നില്ല. 1000-ഓളം പേരെ കുടുങ്ങിക്കിടന്ന ഇടങ്ങളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. പക്ഷേ മണ്ണിനടിയിൽ പോയ ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള തിരച്ചിൽ അത്ര വേഗത്തിൽ പുരോഗമിക്കുന്നില്ല. ഇന്നതിന് തടസ്സമായത് കനത്ത മഴയാണ്. ധരാലി മേഖലയിൽ അതിശക്തമായ മഴയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പെയ്തത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനവും പരിശോധനയും ഒക്കെ തടസ്സപ്പെട്ട് കിടക്കുന്നു. വലിയ വെല്ലുവിളിയാണ് എന്ന് സംസ്ഥാന സർക്കാർ അറിയിക്കുന്നുണ്ട്. ഏതാണ്ട് 1000-ലധികം ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരിക്കേറ്റ ആളുകൾക്ക് ചികിത്സ നൽകിയിട്ടുണ്ട്. എന്നാൽ മണ്ണിനടിയിൽ പോയ നിരവധി പേരെക്കുറിച്ച് യാതൊരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. മണ്ണുമാന്ത്രി യന്ത്രവും മറ്റും എത്തിച്ചുകൊണ്ട് വ്യാപകമായ പരിശോധനകൾ നടത്താൻ ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ അതിശക്തമായ മഴ തുടർന്നു കഴിഞ്ഞാൽ ഇനി വരുന്ന ദിവസങ്ങളിലും രക്ഷാപ്രവർത്തനം വലിയ വെല്ലുവിളിയാകും. മാത്രവുമല്ല, ഈ പ്രദേശത്തെ ജനങ്ങൾ മണ്ണിനടിയിൽ പെട്ടുപോയ ആളുകളെ തപ്പി തിരഞ്ഞ് അവിടേക്ക് വീണ്ടും വീണ്ടും എത്തിക്കൊണ്ടിരിക്കുന്നു. ദുഃഖകരമായ വാർത്ത മാത്രമേ ഓരോ നിമിഷവും അവർക്ക് ലഭിക്കുന്നുള്ളൂ. ഡൽഹിയിൽ നിന്ന് ജഗദീഷ് ബിഷ്ണുവിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.